സൗകര്യം കിട്ടി ഇനിയും തല്ലി. പിന്നെ ഹനുമാനെ നോക്കി അരുൾ ചെയ്തു മന്നവൻ, നീ പോയി വിഭീഷണനാഞ്ജയാ ചെന്ന് ലങ്കാപുരം കറിയിക്കണം. നീ എന്നെ തല്ലിയല്ലടി. നീ ഇവിടുന്ന് നടന്നു പോകണം. ജരാധിപനിഗ്രഹമാദിയാം വൃത്താന്തമെല്ലാം പറഞ്ഞു കേൾപ്പിക്കണം. എന്നാൽ അവളുടെ ഭാവവും വാക്കുമിങ്ങെന്നോട് വന്ന് പറക നീ സത്വരം എന്നതു കേട്ടു പവനതനയനും നന്ദിതനായൊരു എന്തൊരു കട്ട നോക്ക്. മനുഷ്യൻ ഒരു കാര്യം നീ സമ്മതിക്കരുത്. എന്താടാ തല്ലുന്നില്ലേ? ആ ടിവിയുടെ ശബ്ദത്തിൽ കുറച്ചെന്താ നിനക്ക്? അച്ഛനാടെ അച്ഛന്റെ ശബ്ദം ഒന്ന് കുറക്കി. നിന്റെ ചെവി പൊട്ടിയിട്ടൊന്നുമില്ലല്ലോ. വേണുഗോപനി ഞാനിവിടെ ഇരുന്ന് രാമായണം വായിക്കും. ഈ കുന്ത്രാണ്ടം നിനക്ക് കേൾക്കാൻ പാതിൽ വെച്ചവരെ അവിടെ. അതല്ലേ അച്ഛനൊന്ന് ശബ്ദം കുറയ്ക്കേ. ഇത് പൊട്ടങ്ങളി കാണുന്ന പോലെ ഞാൻ ഇവിടെ നിന്ന് കണ്ടിട്ട് എന്തിനാ? അതാ നിന്നോട് ഞാൻ പറഞ്ഞത്, ഇത് നിനക്ക് കേൾക്കാൻ പാകത്തിൽ വെച്ചാ മതിയെന്ന്. ഇപ്പോഴാണ് എനിക്ക് കേൾക്കാൻ പറ്റുന്നത്. അച്ഛൻ ഇങ്ങനെ കിടന്നു ഓളിട്ട് കഴിഞ്ഞ് ഞാൻ എങ്ങനെ കേൾക്കാനാ? തർക്കുത്തരത്തിൽ നിന്നടിയ നീ. തർക്കുത്തരത്തിൽ നിന്നോ? കാര്യം പറഞ്ഞ തർക്കുത്തര എന്നെ പറയണ്ട എന്താ കാര്യം? ആ കോന്നര പറഞ്ഞാ മതി. കണ്ട ഇപ്പൊ തന്നെ അച്ഛൻ എന്തൊരു ശബ്ദ. ആദ്യം അച്ഛൻ ശബ്ദം കുറക്കി. എടി അച്ഛൻ ശബ്ദം ഉണ്ടാക്കിയത് ഇവിടെ രാമായണം വായിച്ചിട്ടല്ലേ. അത് കുറച്ച് ആൾക്കാർ കേട്ടാലും ഒരു കുഴപ്പമില്ല. ഈ കുന്തത്തിന്റെ ശബ്ദത്തിൽ നിന്ന് വരുന്നത് എന്താണ്? മുഴുവൻ വിഹിതല്ലേ. ഇത് എന്തിനാണ് ഈ നാട്ടിൽ കേൾപ്പിക്കാൻ നിൽക്കുന്നത്? അല്ല അച്ഛൻ എന്തിനാ ഈ നാട്ടുകാരെ കേൾപ്പിക്കാൻ വേണ്ടി രാമായണം വായിക്കണേ? മനുഷ്യൻ കുറച്ചൊരു സമാധാനമായിട്ട് ഇരിക്കാനും സമ്മതിക്കില്ല. അല്ലെങ്കിൽ നിന്റെ പറഞ്ഞിട്ട് കാര്യമില്ല. വളർത്തു ദോഷം അതൊക്കെ കുരുത്തം കെട്ടാതെ അതൊക്കെ തള്ളൊക്കെ ഉണ്ടാവും. അച്ഛൻ അങ്ങനെ ഉണ്ടാവും. അച്ഛൻ ചുമ്മാ അനാവശ്യം പറയുന്നത് കേട്ടോ. എന്തിനാ എന്നോട് ശബ്ദം എടുക്കണെങ്കിൽ? പിന്നല്ലാതെ എന്റെ വീട്ടുകാരെ പറയുന്നത് എന്തിനാ? നിന്റെ വീട്ടുകാരെ പറഞ്ഞോ? ഞാൻ നിന്റെ പെരുമാറ്റം കൊണ്ട് പറഞ്ഞാലേ ഞാനത്. ഞാൻ ഇങ്ങനെ പെരുമാറുന്നുണ്ടെങ്കിലേ അത് അങ്ങോട്ട് സഹിച്ചോണം അച്ഛൻ. എന്നോട് വഴക്കുണ്ടാക്കാൻ നിൽക്കരുത്. ഇത് എന്റെ വീടാണ്. എന്റെ വീടായിട്ട് കാര്യമൊന്നുമില്ല. ഞാൻ അധ്വാനിക്കുന്ന പൈസക്കല്ലേ ഇവിടെ കഴിയുന്നേ. അപ്പൊ ഞാൻ പറയുന്ന കൂടെ കുറച്ച് അനുസരിക്കേണ്ടി വരും. നിന്നെ കല്യാണം കഴിച്ചു വന്നോണ്ടത് എന്റെ ലഹരിലടി. അതുകൊണ്ടൊന്നും കാര്യം ഒരു ജോലിയും കൂലി ഇല്ലല്ലോ. ഞാൻ നല്ല പൊന്നുപോലെ നോക്കണില്ലേ? പൊന്നുപോലെ നോക്കണേ നീ. അച്ഛൻ അവിടെ എവിടെയെങ്കിലും ഒന്ന് പോയി ഒന്ന് മിണ്ടാതിരിക്കാവോ? ഒന്ന് സ്വൈര്യമായിരിക്കും. എന്താണ് മണ്ടു ഇത്? എവിടെ കേൾക്കാ രണ്ടാളുടെ സൗണ്ട്? നിങ്ങൾക്കൊന്നും മിണ്ടായിരുന്നൂടെ? ഞാനാണ് മണ്ടോണ്ടിരിക്കേണ്ടത്. പിന്നെ രണ്ടുപേരും കൂടി ഒച്ചെടുത്തിട്ടല്ലേ പുറത്ത് കേൾക്കണം. അവൾ ചെയ്ത തോന്നിയാസം എന്താ അവളോട് ചോദിക്കി? എന്താണ് മണ്ടു എന്താ ഉണ്ടായത്? ഞാൻ വലിയൊരു തോന്നിയാസം ചെയ്തേ. ജോലി കഴിഞ്ഞ് ക്ഷീണിച്ച് വന്നപ്പോ കുറച്ചേരം TV ഉണ്ട്. അതാണ് തോന്നിയാസം. എന്റെ അച്ഛ അവള് ജോലിക്ക് പോണല്ലേ. അത് കൂടാതെ അവള് നമുക്ക് 3 നേരം വെച്ച് വിളമ്പി തന്നാളല്ലേ. ഒന്ന് ഒതുങ്ങിക്കൂടെ? അവള് ചെയ്ത പഴി എന്താണെന്നറിയാൻ നിനക്ക്? ഞാനവിടെ രാമായണം വെച്ചോണ്ടിരിക്കുക. അപ്പൊ അത് തടസ്സപ്പെടുത്താൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം ഇവിടെ ഈ ടിവിയുടെ ശബ്ദം അതിങ്ങനെ കൂട്ടി വെക്കുക. എന്റെ അച്ഛ എനിക്ക് 2-3 വയസ്സുള്ളപ്പോ തൊട്ട് അച്ഛൻ കിടന്ന് അലറണേണ്. അത് വായിക്കുകയാണ്. വല്ല ഗുണം ഇവിടെ ഉണ്ടായിട്ടുണ്ടാ? ഇനിയെങ്കിലും ഒന്ന് നിർത്തിക്കൂടെ അത്? അവള് സ്വസ്ഥമായിട്ട് TV കണ്ടോട്ടെ. അപ്പൊ എന്റെ അടുത്താ തെറ്റി. അച്ഛനൊന്ന് ഒതുങ്ങിക്കൂടി. ഇത്രയും പ്രായമൊക്കെ ആയില്ലേ. അച്ഛന് വസ്ത്രവും മരുന്നും ഭക്ഷണവും ഒക്കെ അവള് ജോലിക്ക് പോയിട്ടല്ലേ തന്നെ. എനിക്കൊരു പണിയൊന്നുമില്ലല്ലോ. കുരുത്തം കേട്ടതായേ നിന്റെ തന്തല്ലേ ഞാന്. എനിക്ക് മരുന്ന് വാങ്ങിച്ചതിന്റെ കണക്കാണ് എന്നോട് പറയണത്. ഞാൻ പറയും. എന്റെ അച്ഛനും അമ്മയും പറഞ്ഞല്ലേ. അപ്പൊ ഞാൻ പറയും കേട്ടോ. ഒരു സമാധാനമില്ലല്ലോ നിനക്ക്? എന്ത് സമാധാനം പറയാനാണ്? അവളുടെ ചെലവിലല്ലേ നമ്മള് കഴിയണത്. മതിയടാ, എനിക്ക് മതി. ഞാൻ എല്ലാ പരിപാടി നിർത്തി. ഞാൻ എന്റെ പാട്ടിൽ പോവാണ്. എവിടാ? എന്താ എനിക്ക് നീ മാത്രമേ ഉള്ളതാ നിന്റെ വിചാരം? പിന്നെ ആരാ ഉള്ളത്? എനിക്ക് സുലോചനണ്ടാ. ഞാൻ സുലോചനയുടെ വീട്ടിലേക്ക് പോകും. നാണുണ്ട് അച്ഛ. കാലം ഇത്രയായിട്ടും അച്ഛൻ ജീവിച്ചിരിപ്പുണ്ടോന്ന് ഒരു വിളി അവള് വിളിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. അവള് ഇങ്ങോട്ട് വിളിക്കണ്ട. നിങ്ങൾക്ക് അങ്ങോട്ട് വിളിക്കായിരുന്നല്ലോ. പിന്നെ എന്റെ ഭർത്തി വിളിക്കാം. ഞാൻ എങ്ങനെ വിളിക്കും? ഞാനേ അച്ഛന്റെ ചെലവിന് കൊടുക്കണത് ഈ മണ്ടുവാണ്. അതിന്റെ പകുതി എനിക്ക് കിട്ടണമെന്ന് പറഞ്ഞപ്പോ അവള് പറയണേ മരണം വരെ ഞാൻ ഫോണിലൊക്കെ വിളിക്കരുതെന്ന്. അപ്പൊ ഞാൻ ചോദിച്ചു ഇവിടെ അച്ഛന്റെ സ്വത്തിന്റെ പകുതിക്ക് നീ വന്നില്ലേ? അപ്പൊ അച്ഛന്റെ ചെലവിന്റെ പകുതി എന്താ തരാത്തെന്ന് ചോദിച്ചതാണ്. തെറ്റാണ് അച്ഛത്. മതിയായി. ഞാൻ ഇവിടെ നിൽക്കണില്ല. ഞാൻ എന്റെ പാട്ടിന് പോവാണ്. പോയാലൊക്കെ കൊള്ളാം. പോയാ പിന്നെ നിങ്ങൾ വരാൻ നിൽക്കരുത്. അറിയാം എന്താ വേണ്ടത് കേട്ടോ. ഒന്നുമില്ല. അരമണിക്കൂർ കഴിയുമ്പോ അതുപോലെ തിരിച്ചു വരും. നാളല്ലാതെ പോയൊന്നുമില്ല. പോയിട്ടും കാര്യമൊന്നുമില്ല. അവളവിടെ നിർത്തുന്ന ഓർത്തിട്ടാ. നമ്മൾ സഹിക്കണ പോലെ ഈ ലോകത്ത് ആര് സഹിക്കുന്ന വെച്ചിട്ടാ? എടി മണ്ടി നമ്മളിപ്പൊ അച്ഛനെ കൂടെ നിർത്തിയാല് നമുക്ക് ഈ സ്വത്തുക്കൾ മുഴുവൻ ഒറ്റക്കൊതുക്കാം. ഇപ്പൊ നമ്മള് അച്ഛനെ വെറുപ്പിച്ച് അവളുടെ അടുത്തോട്ട് വിട്ട് അവൾ എന്തെങ്കിലുമൊക്കെ കലക്കി കൊടുത്തിട്ട് അച്ഛനെ പറ്റിച്ച് അത് മുഴുവൻ എഴുതി മേടിക്കും. നീ ഒന്ന് സഹിച്ചിട്ട് അച്ഛനെ ഒന്ന് ഇവിടെ നമ്മുടെ കൂടെ തന്നെ നിർത്താനൊന്ന് ശ്രമിക്ക്. അതിന് 2 ദിവസത്തിൽ കൂടുതൽ അങ്ങേരെ അവിടെ നിൽക്കുന്ന ഓർത്തിട്ടാ? അല്ലെങ്കിൽ അവള് നിർത്തുന്ന ഓർത്തിട്ടാ? അല്ല അവള് നിർത്തൂല. അതിലെനിക്കൊരു ധൈര്യമുണ്ട്. അത് അരമണിക്കൂർ കഴിയുമ്പോ തിരിച്ചു വരുന്നേ. ഞാനിവിടെ നിൽക്കില്ല. ഒരു നിമിഷം നിൽക്കില്ല. ഞാൻ പോവാണ്. അച്ഛൻ പോകേൻ. എന്റെ പൊന്നാര അച്ഛ ഇവിടെ മണ്ടു എന്തെങ്കിലും തമാശ പറഞ്ഞോർത്ത് അച്ഛൻ അപ്പൊ തന്നെ യാത്രയിൽ പോവുകയാണ് വേണ്ടത്. എന്നോടാണ് തമാശ പറയാ? തമാശ നിന്നോട് പറയാം. പക്ഷെ തന്തയായിട്ടില്ല എന്നോട് തമാശ പറയാൻ പാടില്ല.
ആ ദേ, എന്നോട് ഇപ്പൊ തമാശ. പോവണ്ടാന്ന്. പിന്നെ പോവാതെ ഞങ്ങൾക്ക് ഇഷ്ടം പോലെ ചെയ്യും. കണ്ട അവളുടെ വഴക്ക് മാറി. അവള് എടുത്ത് ചാടി എന്തേലും പറയൂന്നല്ലാതെ അച്ഛനെ ഇപ്പൊ പോകാൻ നിൽക്കണ്ട ഈ നേരത്ത്. ഇപ്പൊ പോവാനാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ഞാനിട്ട് പോവും. ഇനി ഇങ്ങോട്ട് വരാൻ തോന്നുമ്പോ ഞാനിട്ട് വരും. ഇതിന്റെ വീടാ. അപ്പൊ പോവല്ലേ? ആ പോവാണ്. ശരിക്കും പോവല്ലേ? ആ പോവാനെ. എന്നാ പിന്നെ ആ രാമായണം കൂടെ കൊണ്ടുപോയിക്കോ. കളിയാക്കാണ് എന്നെ, കളിയാക്കാണ്. അല്ല, മോളും കേക്കട്ടെ രാമായണം വായിക്കണത്. അച്ഛാ ഞാൻ പറയണ അച്ഛൻ അനുസരിക്ക്. ഞാൻ പറയണ കേൾക്കാതെ അച്ഛൻ പോയാൽ ഞാൻ ഇനി തിരിഞ്ഞു നോക്കൂല. തിരിഞ്ഞു നോക്കണ്ട. ആ ഉണ്ടെങ്കിൽ ഒരു 1500 രൂപ എന്റെ അടുത്ത് തികയില്ല പൈസ. എന്റെ അടുത്തൊന്നുമില്ല. അവളുടെ അടുത്താണ് ഒക്കെ 2000-ന്റെ. അവളുടെ എനിക്ക് ഒരു പൈസ വേണ്ട. നിന്റെ അടുത്തൊന്നും ഇല്ലല്ലോ. എന്റെ അടുത്തില്ല. എന്നാ വേണ്ട, അത് മതി. ഇതൊക്കെ നടക്കാം, എന്നാലും കുഴപ്പമില്ല. അച്ഛ വെറുതെ തമാശ കളിക്കല്ലേന്ന്. ഞാൻ പോവാണ്. വെറുതെയാണ്. അവിടെ വരെ നടന്നിട്ട് അത് തിരിച്ചു വരും. നോക്കിക്കോ, കറക്റ്റ് 1 മണിക്കൂർ അതിനുള്ളിൽ ഇവിടെ ഹാജരാവും. മാറി, ഞാൻ TV ഒന്നും കാണട്ടെ. അല്ല എന്റെ നെറ്റ് തീർന്നിരിക്കണം. നെറ്റൊക്കെ നാളെ എന്റെ കാല് വെക്കട്ടെ. ചവിട്ടല്ലടി, കാല് തലയിൽ വെക്കണം. കെട്ടിയമ്മ ചവിട്ടിയ എന്നിട്ടും ഇതെല്ലാം എനിക്ക് മാത്രമായി എങ്ങോട്ടാ? സങ്കടങ്ങളാണ്. അച്ഛൻ പോണ്ടാന്ന് നോക്കാം. അതിന്റെ പുറകെ പോകുന്നു വേണ്ട. ഇങ്ങോട്ട് വന്നേ, ഇങ്ങോട്ട് വന്നേ. ഞാൻ അവിടെ ചായ തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഒരു ഗ്ലാസ് എനിക്കെന്താ? നിങ്ങൾ പറയണ മാതിരിയല്ല. ഉള്ളി മുതലുള്ള എല്ലാ സാധനങ്ങൾക്കും വില കൂടുതലാണ്. അതെ, നിങ്ങളെ ഗവൺമെന്റ് അല്ലേ ഇത് ആക്കിയത്? നിങ്ങളെ ഗവൺമെന്റ് അല്ലേ അത് കൂട്ടിയത് വില? ഇവിടെ ഇവിടെ ഉള്ള ആൾക്കാരാണ് ഇത് വില കൂട്ടുന്നത്. അവർ കച്ചവടക്കാർക്ക് നികുതി കൂട്ടുമ്പോ അവര് വില കൂട്ടും. തമിഴ്നാട്ടിലേക്ക് ഒന്ന് ചെന്ന് നോക്കും. ഉള്ളിക്ക് വളരെ ഉള്ളിയൊക്കെ പല സൈസ് ഉണ്ട്. ഒന്നൊന്നുമല്ല. അതല്ലാതെ അത് കേരളത്തിൽ എത്തുമ്പോ പൈസ ഇല്ലേ? പൈസ ഇവിടെ ഗവൺമെന്റിന് നികുതി വന്നു. അവർക്ക് വളരെ വില കുറവ്. എന്താ ആരാ അറിയില്ല. ഒരു വണ്ടി ഒരു വണ്ടി ഒന്ന് ആ വണ്ടി കേട്ടോ. ഹലോ, ആര്? അപ്പന്റെ അപ്പൻഡീസ്. അപ്പൻഡീസ് നിങ്ങൾ ഹോസ്പിറ്റൽ സെക്ഷനിലേക്ക് വിളിച്ച് ചോദിക്കും കേട്ടോ. ഇത് കോളേജ് സെക്ഷനാണ്. ആയിരിക്കും. എന്താ നിങ്ങളുടെ മുഖമൊക്കെ വല്ലാണ്ട് വാടിയിരിക്കുന്ന എന്താ കാര്യം പറയും? ഒരബദ്ധം പറ്റി സാർ. അബദ്ധം പറ്റിയത് എന്താണ്? പട്ടി മോർച്ചറിയിലെ പട്ടി കയറി സാർ. അതിപ്പോ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടല്ലോ. എന്താ കാര്യം? അല്ല ഇത് അതുപോലെയല്ല. ഇത് ഇന്നലെ വൈകിട്ട് രാത്രി മറ്റേ വാച്ച്മാൻ മോർച്ചറി പൂട്ടാൻ മറന്നിട്ട് പോയി. എന്നിട്ട് രാത്രി കുറെ പട്ടികളകത്ത് കയറിയിട്ട് ഈ കുട്ടികൾക്ക് അനാട്ടമി കോഴ്സ് പഠിക്കാനുള്ള ഒരു ബോഡി കടിച്ചോണ്ട് പോയി. എന്റെ തലയ്ക്ക് ഭ്രാന്ത് പിടിപ്പിക്കരുത്. എന്താ പറഞ്ഞു നിങ്ങള്? അല്ല രാവിലെയാണ് കണ്ടത് കുറ്റിക്കാട്ടുന്ന ബോഡി. ആ കഴി തന്നെ ഞാൻ കൊല്ലി. ഞാൻ പല തവണ പറഞ്ഞാണ് ആ വാച്ച്മാനോട് ആ ഡോർ അടച്ചിട്ട് പോകണമെന്ന് നിങ്ങളോട് പറയാം. അല്ല സാർ, പകൽ 1-2 പ്രാവശ്യം ഡോർ ചാരാതെ പുറത്തു പോയിട്ട് പട്ടി കയറിയപ്പോ ഞാൻ ശാസിച്ചതാണ്, ഇനി ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. ഇത് രാത്രി പൂട്ടാതെ പോയത് ആദ്യമായിട്ടാണ്. സുഹൃത്താ, നിങ്ങൾ കേക്കി, ഇത് അങ്ങനെ ഇങ്ങനെയുള്ള സാധനമല്ലത്. വല്ല ഉരുളക്കിഴങ്ങ് പോയി മേടിക്കാൻ വേണ്ടി മേടിക്കാൻ പറ്റില്ല. അല്ല സാർ, എന്നോട് ചൂടായിട്ട് എന്താ കാര്യം? ഞാൻ പ്രിൻസിപ്പാളല്ലേ, എനിക്ക് വാച്ച്മാന്റെ ജോലിയൊക്കെ ചെയ്യാൻ പറ്റും. വേറെ ഒരു വർത്താനത്തിന് എങ്ങനെയും തുന്നി കെട്ടിയിട്ട് അത് കുട്ടികൾക്ക് പഠിക്കാനുള്ള രീതിയിൽ ആക്കി കൊടുക്കും. അങ്ങനെയൊന്നും ചെയ്യാൻ അത് പറ്റില്ല സാർ. എന്താണ്? അതിന്റെ കരളും കുടലൊക്കെ പട്ടി തിന്നു. ഇതിന്റെ ഭക്ഷണം നിങ്ങൾക്ക് അറിയാനാണ്. എന്റെ പിടിപാടുകൊണ്ടാണ് ഓരോ തവണ ഞാൻ കയ്യും കാലും പിടിച്ചിട്ടാണ് ഓരോ ബോഡി ഇവിടെ കൊണ്ടുവരുന്നത്. എന്താ തമാശ കളിക്കാണ്? അടുത്ത ആഴ്ച MCAയുടെ ഇൻസ്പെക്ഷൻ ആണ്. ഒരു പ്രാവശ്യം മെഡിക്കൽ കോളേജിന്റെ അംഗീകാരം പോയ പിന്നെ ജീവിതത്തിൽ തിരിച്ചു കിട്ടില്ല. അതറിയാം സാർ, അതാണ് ടെൻഷൻ. പിന്നെ എന്ത് ടെൻഷൻ എടുത്തിട്ടുള്ള കാര്യം? മുതൽ അവിടെ കൊണ്ടുവരണം. ബോഡി ഉണ്ടാവണം അവിടെ. ഞാൻ ആലോചിച്ചിട്ട് ഇനി ഒരു വഴിയുള്ളൂ സാർ. എന്ത് വഴി? ജനറൽ ഹോസ്പിറ്റലിലെ മെഡിക്കൽ സൂപ്രണ്ട് മൊയ്തുവിനെ കണ്ട് സംസാരിച്ച് എന്തെങ്കിലും നടക്കുമോ? ഇതെന്താ വിചാരിച്ചത് നിങ്ങൾ? ഇതെന്താ പഴംപൊരിയാണ്? ചെല്ലുമ്പോ ഇങ്ങനെ അങ്ങ് എടുത്തു തരാനായിട്ട്. അയാളായിട്ടുള്ള ബന്ധം കൊണ്ടാണ് ഓരോ തവണ കയ്യും കാലും പിടിച്ച് ഉള്ള കാശും കൊടുത്ത് ഞാൻ ഓരോ ബോഡി കൊണ്ടുവരുന്നത് കൂടെ. അതങ്ങോട്ട് പട്ടി കടിച്ച് കൊണ്ടുപോയി എന്ന് പറഞ്ഞാൽ എവിടുന്ന് എടുത്ത് തരാനാണ്? ഇവിടുത്തെ തമാശ വാക്ക് പറയാനാണ് നിങ്ങൾ. സാർ, നമ്മുടെ ഭാഗ്യത്തിന് ഏതെങ്കിലും ഒരു അനാഥ ബോഡി ഇനി ജനറൽ ഹോസ്പിറ്റലിൽ എങ്ങാനും വന്നുവെങ്കിലും ഒന്ന് അന്വേഷിച്ച് നോക്കാം. നിങ്ങൾ വേറെ എന്തൊരു സാധനം വേണമെങ്കിലും പറഞ്ഞു.
ഇല്ല അല്ലെങ്കിൽ പോയി എന്ന് പറഞ്ഞ് ഞാൻ എവിടെന്നെങ്കിലും എങ്ങനെയെങ്കിലും കൊണ്ടുവരാം. ഒരു ബോഡി കിട്ടുക എന്ന് പറഞ്ഞാൽ ഇത് പ്ലാസ്റ്റിക്കിന്റെ അല്ല, അത് ഒരാൾ മരിച്ചിട്ട് അവര് കിട്ടണം, അവിടെ ഒരു ബോഡി കിട്ടണം. അല്ല വാച്ച്മാനെ ഞാൻ പിരിച്ചുവിട്ടുണ്ട്. വലിയ കാര്യമായി. അവനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അവരെ കൊണ്ടുവന്ന് കിടത്തണം അവിടെ ബോഡിയായിട്ട്. അതാ വേണ്ടത്. കാട്ടാ ഞാൻ. ഗുഡ് ആഫ്റ്റർനൂൺ. ആര് ശ്രീധര സാറോ? അതെ അതെ. എത്ര കാലായി കണ്ടിട്ട്. എന്താ ഒന്നും പറയണ്ട, കുറെ കാര്യങ്ങൾ ഉണ്ട് പറയാതെ വന്നത് ഞാനിപ്പോ. പറയും. വിഷയം എന്ന് പറഞ്ഞാൽ വേറൊന്നല്ല, നമ്മുടെ കോളേജിൽ കുറെ പട്ടികൾ അങ്ങോട്ട് കേറി. ഗുണ്ടകളോ? ഗുണ്ടകളല്ലാതെ ഈ കടിച്ചു കയറുന്ന പട്ടികളില്ലേ, ശരിക്കുള്ള കുറയ്ക്കണ പട്ടി, അത് കേറി ഒക്കെ പടം കൂടിയിട്ട്. ആ വാച്ച്മാൻ ഒരു കഴുതയുണ്ടല്ലോ അവിടെ, അവൻ എവിടെ കാന്തം മുതലാണ് നടന്നത്. ആ ഡോറൊക്കെ തുറന്നിട്ടിട്ട് മോർച്ചറിണ്ടേ. അവസാനം ഈ നായക്കളെ കൂടി അതിൻ്റെ ഉള്ളിൽ എന്തെന്നാ പറയണത്, ഒരു ഡെഡ് ബോഡി കടിച്ചു കയറി. എന്താ ചെയ്യണേ, എന്താ ചെയ്യേണ്ടതെന്നൊരു പിടുത്തല്ലാണ്ടാ ഞാൻ ഇപ്പൊ അങ്ങോട്ട് വന്നത്. എന്താ ഇപ്പൊ ചെയ്യാ? അല്ല ഡെഡ് ബോഡി ഒന്നും കുട്ടികൾക്ക് പഠിക്കാൻ ഒരു ഡെഡ് ബോഡി വേണ്ടേ? അല്ല അതൊന്ന് റിപ്പയർ ചെയ്തോടെ. എന്താ ഈ പറഞ്ഞുള്ള പാർട്സ് ഒക്കെ കടിച്ചോണ്ട് പോയിന്ന്, കരണ്ടില്ലേ, വൃക്കല്ലേ, ഒരു സാധനമില്ലേ, പിന്നെ എന്താ പഠിക്കുന്നത്? എന്തൊരു കഷ്ടാണ് റബ്ബേത്. ഇനിയിപ്പോ അടുത്ത ആഴ്ച MCIയുടെ ഇൻസ്പെക്ടർ വരികയാണ്. വന്ന് പരിശോധിച്ച് കഴിഞ്ഞിട്ട് അംഗീകാരം പോയില്ലേ, പിന്നെ എവിടുന്ന് തിരിച്ചു കിട്ടൂല. അല്ല ഞാൻ ചോദിക്കട്ടെ, അവിടെ ഒരുപാട് രോഗികളൊക്കെ മരിക്കണ്ടോ? അല്ലെ ഏതെങ്കിലും ഒന്ന് എടുത്ത് ഉണ്ടച്ചൂടെ? ഉണ്ടമ്പുരിയൊന്നല്ല എടുത്ത് കൊണ്ടുപോകാനായിട്ട്. വലിയ വലിയ ആൾക്കാരുടെ ഇത് വീട്ടിൽ നിന്ന് വന്ന് മരിക്കണതാണ് എവിടെ നിന്ന് കിട്ടുന്നത്. ഒന്നാമത്തെ മനുഷ്യന്മാർക്ക് ഒരു അവബോധമില്ല. ഇങ്ങനെ കോളേജുകൾ നടക്കുന്നുണ്ട് നാട്ടില്, ഇവർക്ക് പഠിക്കാനായിട്ട് ഡെഡ് ബോഡി ആവശ്യമുണ്ട്. എന്നാൽ പിന്നെ എൻ്റെ ഡെഡ് ബോഡി ഒന്ന് എഴുതി കൊടുക്കട്ടെ, അങ്ങനെ വരെ വിവരം ഇവിടെ ഉണ്ടോ നാട്ടില്? ഇത് എന്തപ്പം ചെയ്യാം നമ്മള്? എന്താ കാട്ടുക? അല്ല അങ്ങനെ ചോദിച്ചിട്ട് കാര്യമില്ല. ഞാൻ നിങ്ങളുടെ അടുത്തൊരു ആവശ്യത്തിന് വന്നാണ്, നിങ്ങൾ എങ്ങനെയെങ്കിലും ഒന്ന് സഹായിച്ചേ പറ്റുള്ളൂ. എന്ത് സഹായം? ഒരു ഡെഡ് ബോഡി എനിക്ക് വേണം, അല്ലാണ്ട് എന്താണ്? എന്തെങ്കിലും ബേക്കറിയിൽ വന്ന് മുട്ട പപ്സ് ചോദിക്കുമ്പോലെ ഡെഡ് ബോഡി ചോദിക്കുന്നു. പിന്നെ അതുമല്ല ഇവിടുത്തെ കാര്യം അറിയങ്ങൾക്ക്, ഇവിടെ ഇപ്പൊ ഈ കുറച്ച് കാലമായിട്ട് ആരും മയ്യത്താവണില്ല, രോഗികളൊന്നും. സാറ് ഡോക്ടർമാരല്ല. അപ്പൊ നിങ്ങൾ ആരെയും നോക്കണില്ലേ? ഞാനേ ഉള്ളൂ ഇവരെ കൂട്ടത്തിൽ കുറച്ച് മോശം എന്നറിയാം. അല്ല അതിപ്പോ പറയേണ്ട കാര്യമൊന്നുമില്ല. അതെ ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ എന്താ ഇപ്പൊ ഇതിനൊരു മാർഗം എന്ന് പറഞ്ഞാൽ ഇപ്പൊ അല്ല ആരെങ്കിലും ഇപ്പൊ തെരുവിലൊക്കെ നോക്കി, തെരുവിലൊക്കെ ആരെങ്കിലും മയ്യത്തായി കിടക്കേണ്ട അവർക്ക് എടുത്തുണ്ടായ പോലെ. എന്താ ഈ പറഞ്ഞു നീണ് പട്ടി നായും ചത്ത് കിടക്കണ മാതിരിയാണല്ലോ പറഞ്ഞത്. മനുഷ്യന്റെ കാര്യമാണ് ഞാൻ ചോദിക്കുന്നത്. ഇപ്പൊ ഇവിടെ വരുന്നവരൊക്കെ നല്ല കുടുംബത്തിൽ പറഞ്ഞ ആൾക്കാർ, അവർക്ക് ഡെഡ് ബോഡി ഇവിടെ തന്നെ കൊണ്ടുപോവുക. അല്ല നിങ്ങൾ ഇങ്ങനെ പറഞ്ഞ എങ്ങനെയാണ്, എങ്ങനെയെങ്കിലും ഒന്ന് ശരിയാക്കി തരുന്നു. എങ്ങനെങ്കിലും എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ ഇവിടെ തല്ലിക്കൊന്നു അങ്ങോട്ട് തരിക മയ്യത്ത്. എന്താ ചെയ്യപ്പോ? നിങ്ങൾ സമാധാനമായിട്ട് ചെല്ലി. ഇവിടെ എന്തെങ്കിലും ഒരു കേസ് വരികയാണെങ്കിൽ ഞങ്ങളെ വിളിച്ചറിയിക്കാം. ഞാൻ ആംബുലൻസ് ആയിട്ടാ വന്നിരിക്കണത്. ഇവിടെ ഉണ്ടാവും വിചാരിച്ചെങ്കില് വല്ലാണ്ട് പ്രതീക്ഷിച്ചാണ്. എവിടേക്കാ ഞാൻ ഇനി പോണത്? എനിക്ക് തലയ്ക്ക് ഭ്രാന്ത് വന്നിട്ടായിരിക്കണത്. അല്ല സംഭവങ്ങളെ അവസ്ഥ നമുക്ക് മനസ്സിലാവും. നോക്കാം ഇൻഷാ അല്ലാഹ് പഠിച്ചു നമ്മളെ സഹായിക്കും. ആരെങ്കിലും മയ്യെത്താൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം. കുറച്ച് ആൾക്കാർ ICUയിൽ കിടക്കുന്നുണ്ട് ഇവിടെ, നോക്കാൻ പറ്റും.